ചോദ്യം ചോദിക്കാം. ചോദിക്കേ. മാഡത്തിന്റെ അംബീഷൻ എന്താണ് മാഡം? എന്തത് ഇനിയുള്ള അംബീഷൻ? ഒന്നോട്ട് ചോദിച്ചേ. അംബീഷൻ അത് നാട്ടുകാർ വെറുതെ പറയുന്ന എന്ത്? ഇടവഴി വെച്ച് നമ്പീശണ്ണനായിരുന്നു എന്റെ കയ്യെ കയറി പിടിച്ചത്, അല്ലാതെ ഞാൻ അങ്ങോട്ട് കയറി പിടിച്ചൊന്നുമല്ല. എന്നെ കണ്ടു ഭയങ്കര വൃത്തിക്കാരനാ. ആണോ? ഭയങ്കര വൃത്തിക്കാരനാ. അതായത് പുള്ളി നമ്മുടെ ദേഹത്ത് മുടിയുള്ള ഒരു പഴം ഉണ്ടല്ലോ, കുഞ്ഞൂട്ടനോ? കുഞ്ഞൂട്ടല്ല, റംബൂട്ടാൻ. ഈ റംബൂട്ടാൻ കൊണ്ടുവന്നിട്ട് ഷേവ് ചെയ്യും. ഷേവ് ചെയ്തിട്ട് ഇത് കഴിക്കത്തുള്ളൂ. അങ്ങനെ കഴിക്കുന്നേ? ആ മുടി ഏതാണ്ട് അകത്ത് പോകുന്ന എന്നോട് പറഞ്ഞു. വനജയുടെ ഹസ്ബൻഡ് എവിടെയാണ്? ഗൾഫിലാ. വനജയ്ക്ക് എത്ര സെന്റ് ഉണ്ട്? സാറേ എന്റെ ഭർത്താവ് ഗൾഫിലാന്നൊക്കെയുള്ള, എനിക്ക് സെന്റ് ഒന്നുമില്ല സാറേ. ഞാൻ കുളി കഴിയുമ്പോ ഇത്തിരി പൗഡർ ഇടും, അതും ചൂടുപോരി പൊങ്ങാതിരിക്കാൻ വേണ്ടിട്ട്. അടിപൊളി. ഞാൻ എന്ത് ചോദിക്കുന്നു ഇവരെന്ത് പറയും? എന്റെ സാബു, നീ കേസ് ജയിക്കണോ? നീ മിണ്ടാതിരുന്നാ അതിന് മാത്രം മണ്ടത്തിൽ ഈ പെണ്ണുമുള്ള പറയുന്നുണ്ട്. പെർഫ്യൂം ഉണ്ടോന്നാണോ ഞാൻ ചോദിച്ചത്? സാറെന്ത് ഉദ്ദേശിച്ചേ? നിങ്ങളുടെ പേരിൽ എത്ര സെന്റ് വസ്തു സ്ഥലം അതുണ്ടോന്നാ ചോദിച്ചത്? സ്ഥലം ഉണ്ടോന്നോ? അതൊരു 20 ജില്ല. നമ്മുടെ നാട്ടിൽ എത്ര കായലുകളുണ്ട്? 5. എത്ര കടലുണ്ട്? 2. എത്ര പുഴകളുണ്ട്? ഇഷ്ടംമാതിരി ഉണ്ട്. ഇതിൽ ഏതിലെങ്കിലും ഒന്നിൽ പോയി അടിച്ചെനിച്ച് കുളിച്ചൂടാ വവ്വാലിനുണ്ടായവന്. എന്തൊരു എനിക്ക് ഈ കഥാപാത്രത്തെ ഒന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പഠിപ്പിച്ചാലും അത് പഠിക്കാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. സ്ത്രീ തന്റെ ആജന്മ ശത്രുവാണെന്ന് പറഞ്ഞല്ലോ. തന്റെ അമ്മ തന്റെ ശത്രുവാണോ? പെങ്ങള് ശത്രുവാണോ? അതോ അമ്മ പെങ്ങന്മാരൊന്നും ഇല്ലാത്തവനാണോ താൻ? എന്റെ മീനെ ഞാൻ നെഞ്ചത്തോട് ചേർത്ത് വെക്കാൻ തീരുമാനിച്ചു. ചെതുമ്പല് മണക്കുമല്ലേ മീന ഞാൻ പ്രേമിക്കുന്ന പെണ്ണ. പ്രേമൊക്കെ ഉണ്ടോ? മീന. നല്ല നല്ല. പപ്പയും മീനയും കൂടെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ അത് തിന്നേച്ച് നമുക്ക് ബാക്കി കാര്യം നടക്കാം. കപ്പയും മീനും കൊണ്ടിരുന്നോണ്ട്. കപ്പയും മീനും അല്ല, പപ്പയും മീനും കൂടെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അച്ഛൻ ഇക്ക ആ കേബിള് തന്നെ ഒന്ന് വിളിച്ചാണ്. ഒരു ദിവസവും ഇവിടെ കേബിള് കാണൂല. അമ്മക്ക് കേബിള് മാറ്റിട്ട് സുന്നത്ത് വർക്ക് എങ്ങാണോ എടുക്കാം. എന്തോന്ന് സുന്നത്ത് വർക്ക് ആണ്ട ഇപ്പഴാകുമ്പോ ഓഫറും ഉണ്ട്. ഇതെന്തോന്ന് വായിച്ചത്? സുന്നത്ത് വർക്ക്. ഓ, ഇത് സുന്നത്ത് വർക്കല്ല, പിന്നെ സൺ നെറ്റ് വർക്ക്. എന്റെ അടുത്താണ് കൂടുതൽ സ്നേഹം, അത് ഇങ്ങനെ അമ്മയുടെ അടുത്താണോന്ന് അറിയാൻ വേണ്ടി ഒരു ദിവസം ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. എന്താണ്? ഒരു കുളത്തില് ഞാന് നിങ്ങളുടെ അമ്മയെ വീണ്, ചേട്ടാ ആരാദ്യം രക്ഷിക്കും ചോദിച്ചു. ഈ മനുഷ്യൻ പറഞ്ഞ എന്താന്നറിയോ? ഞാൻ എന്റെ അമ്മയെ ആദ്യം രക്ഷിക്കോളൂ. അതെന്താ അങ്ങനെ പറഞ്ഞത്? രണ്ടുപേരെ ഒരുമിച്ച് രക്ഷിച്ചൂടെ? ഞാൻ എന്റെ അമ്മയെ രക്ഷിക്കത്തോളൂ സാറേ. അതങ്ങനെ പറഞ്ഞ? അതങ്ങനെയാണ് സാറേ. കാര്യം സാറേ, ഇവള് കുളത്തിൽ വീണെന്ന് പറഞ്ഞ ആ ഏരിയയിൽ ഒരു 40 പയ്യന്മാരെ കുളത്തിൽ ചാടും. ഇവിടെ മുടി പിടിച്ചെടുത്തിട്ട് വെളിയിലിട്ട് പിന്നെ കൃത്രിമശ്വാസം കൊടുക്കാൻ അവിടെ അടിയായി, വെട്ടായി, വഴക്കായി. അതുപോലല്ല 85 വയസ്സുള്ള എന്റെ തള്ളയെ രക്ഷപ്പെടുത്ത ഞാൻ മാത്രമേ കാണത്തുള്ളൂ. തോന്നുന്നു എവിക്ഷൻ പുറത്തു പോകണോ? വേണ്ട ലാലേട്ടാ, കാരണം ഞാൻ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. ആർക്ക് ശരിയാവില്ല? ഇവരുടെ മാനസിക നില തെറ്റിപ്പോകും. പുറത്തു പോകാൻ സാധ്യതയുണ്ടോ? ഞാനാണോ? എനിക്ക് തോന്നുന്നില്ല ലാലേട്ടാ. ആണോ? അതെ. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. അതെ, എനിക്ക് ലാലേട്ടനെ വിശ്വാസമുണ്ട്. എനിക്ക് തന്നെ വിശ്വാസമില്ല, പിന്നെ അല്ലേ നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്റെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ സുന്ദരനാണെന്ന്. സാറിനല്ല, ഞാൻ വേറെ ആളെ വിളിച്ചു. ആ സ്വർണ്ണപ്പല്ലെടുക്കാൻ വേണ്ടി ഞാനൊരു ബുദ്ധി പറയട്ടെ. നിന്റെ ബുദ്ധിയൊക്കെ നിർത്തിയാല് ഒരു ആധാർ കാർഡ് കളഞ്ഞു കിട്ടിയ ഏതോ ഒരു പെണ്ണുങ്ങളുടെ ആധാർ കാർഡ് കളഞ്ഞു കിട്ടിയപ്പോ ആധാർ കാർഡിന്റെ നമ്പർ മൊബൈൽ നമ്പരാന്ന് പറഞ്ഞ് 20 ദിവസം നീ കോൾ ചെയ്തവന. നിന്റെ ബുദ്ധിയാണോ?